അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറബി മലയാള പദാവലികൾ അല്ലെങ്കിൽ അറബി മലയാള പെഡഗോജിക്കൽ ടെക്സ്റ്റ് ആയിട്ടുള്ള നിഘണ്ടുകൾ, പദാവലികൾ, ലെക്സിക്കൺസ് എന്നൊക്കെ പറയുന്ന ജോണറിൽ വരുന്ന ടെക്സ്റ്റുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് എങ്ങനെ അറബി മലയാളത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കിയെടുക്കാം, അതുപോലെ ഒരു മുസ്ലിം പെഡഗോജിക്കൽ പ്രാക്ടീസ് ലേറ്റ് 19th സെഞ്ച്വറി അല്ലെങ്കിൽ ഏർലി 20th സെഞ്ച്വറി മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം പെഡഗോജിക്കൽ ടെക്സ്റ്റിനെ എങ്ങനെ ഈ അറബി മലയാള പദാവലികളിലൂടെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണമാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു PhD ടോപ്പിക്കൊന്നുമല്ല. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ ഫിലഡൽഫിയയിൽ US PhD ആണ്. മലബാറിലെ മുസ്ലിം ക്രിസ്ത്യൻ അഗ്രേരിയൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറിലുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളുടെ അതിൻ്റെ ട്രാൻസാക്ഷൻസ്, ഭൂമിയുടെ കച്ചവടങ്ങൾ, അവർ മലബാറിലെ അഗ്രേരിയൻ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഒരു 15 മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള മുസ്ലിം ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു മലബാറിൽ എന്നാണ് എൻ്റെ ഒരു PhD ടോപ്പിക്. ഇത് പറഞ്ഞാൽ ഒരു ലേറ്റ് 19th ഏർലി 20th സെഞ്ച്വറി മുസ്ലിം പ്രിന്റ് ഇന്റലക്ച്വൽ ഹിസ്റ്ററിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ഇതൊരു PhD ടോപ്പിക് അല്ല, എന്നാൽ പാരലായിട്ട് ഞാൻ അന്വേഷിക്കുന്ന എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന കുറച്ച് ആലോചനകളാണ്. പിന്നെ എന്നെ ഇതിലെ വേദിയിലേക്ക് ഇങ്ങനെ ഒരു അവസരം ഒന്ന് വിളിക്കുകയും നിങ്ങളെ സംവദിക്കാൻ അവസരം നൽകുകയും ചെയ്ത കളിയാവിലെ ക്യാമ്പസിനും അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിലും ഓർഗനൈസേഴ്സിനും എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ പേപ്പറിന്റെ ശരിക്കുള്ള പേര് അറബി മലയാള പദാവലികൾ, മുസ്ലിം പെഡഗോജിക്കൽ ടെക്സ്റ്റ് ഇൻ കൊളോണിയൽ കേരള എന്നാണ്. ഈ 1894 റിനോൺഡ് മുസ്ലിം സ്കോളർ ഷാലിലത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒരു അറബി മലയാള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്നുണ്ട് ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാൻ. തശ്ഹീലുൽ അദ്ഹാനുൽ ഇഖ്വാൻ ഫി തഅലീമി സബാനി ഹിന്ദുസ്ഥാനി, അല്ലെങ്കിൽ എൻ ഈസി ഗൈഡ് ഫോർ ദ ബ്രദറിൻ ടു ലേൺ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ഒരു ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാൻ ഒരു ബുക്ക് എഴുതുന്നുണ്ട്. ഈ ബുക്ക് പക്ഷെ നമ്മൾ തുറന്ന് അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു പ്രിഫേസും അല്ല അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഹിന്ദുസ്ഥാനിയിലേക്ക് പോകുന്നതിന് പകരം ഹാജി ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അറബി മലയാളത്തിൻ്റെ ഒരു ഹിസ്റ്ററി രചിക്കുന്നുണ്ട്. വളരെ ഒരു നമുക്ക് കോസ്മോളജിക്കൽ ആയിട്ടുള്ള, വളരെ റിലീജിയസ്ലിയും ജീനിയോളജിക്കലുമായിട്ടുള്ള ഒരു ഹിസ്റ്ററി രചിക്കുന്നുണ്ട്. ആദ്യമായിട്ടായിരിക്കണം അറബി മലയാളത്തിൻ്റെ ഒരു മുസ്ലിം ഇന്റലക്ച്വൽ സ്കോളർ ആദ്യമായിട്ടായിരിക്കണം ഒരു അറബി മലയാളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണ്, അറബി മലയാളത്തിൻ്റെ ഒരു ജീനിയോളജി, അതിൻ്റെ ഒരു ഇന്റലക്ച്വൽ വഴി ഏതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം രചിക്കുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാനുള്ള ഒരു മലയാളം ടെക്സ്റ്റ് ബുക്കിൽ എന്തുകൊണ്ട് അറബി മലയാളത്തിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു തുടങ്ങണം എന്നുള്ളത് ഒരു കൗതുകരമായ കാര്യമാണ്. അപ്പോൾ അതിൽ ഹാജി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അറബി മലയാളം എന്ന് പറഞ്ഞാൽ സാധാ ഒരു ഭാഷ പോലെയല്ല. അത് ആദം നബിക്ക് അള്ളാഹു എല്ലാം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ, ഭാഷകൾ അറബി പഠിപ്പിച്ചപ്പോൾ, ആ അറബിയുടെ പിന്തുടർച്ചയായി പേർഷ്യൻ ജനങ്ങളിലേക്ക് വന്നപ്പോൾ, ആ പേർഷ്യന്റെ പിന്തുടർച്ചയായി ഉറുദു ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അതിന്റെ അതേ പിന്തുടർച്ചയിൽ വരുന്ന ഒരു ഭാഷയായിട്ട്, എന്ന് വെച്ചാൽ അള്ളാഹു അവതരിപ്പിച്ച് തന്ന എല്ലാ വിജ്ഞാനത്തിൽ നിന്നും പിന്തുടർന്ന് അതിന്റെ ലോജിക്കിലൂടെ ഉത്ഭവിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു ഭാഷയായിട്ടാണ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല ഇസ്ലാമിക് കോസ്മോളജിക്കൽ ആയിട്ടുള്ള ട്രഡീഷൻസിനെയും നറേറ്റീവ്സിനെയും കോട്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് അറബി മലയാളത്തെ പ്ലേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഹിന്ദുസ്ഥാനി ടീച്ചർ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിക്കുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് മലയാളികളായ മുസ്ലിങ്ങളെ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാൻ ഉണ്ടാക്കിയ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അറബി മലയാളം എന്തുകൊണ്ട്, അറബി മലയാളത്തിന്റെ ഒരു കോസ്മോളജിക്കൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഒക്കെ പറയേണ്ടതിന്റെ ആവശ്യം എന്താണ്? അപ്പോൾ 1894 ഒരു സവിശേഷമായിട്ടുള്ള അറബി മലയാള എഴുത്തുകളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു പൊളമിക്സ് ഉണ്ട് സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട്. അറബി മലയാള ഭാഷയെ, അതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള
കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പൊളമിക്സ്, ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ അതിലേക്കാണ് ഞാൻ ഇനി പറഞ്ഞു വരാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു ആമുഖമായിട്ട് ഈ പീരീഡില് ഹാജി ഈ ടെക്സ്റ്റ് ബുക്ക് എഴുതുന്ന ഈ പീരീഡിൽ വളരെ വലിയ, ഞാൻ പറഞ്ഞ പോലെ വലിയ ഇന്റൻസ് ഡിബേറ്റ്സ് നടക്കുകയാണ്. അറബി മലയാളം അല്ലെങ്കിൽ പേഴ്സോ അറബിക് സ്ക്രിപ്റ്റിൽ എഴുതപ്പെടുന്ന കേരള ഭാഷയുടെയോ അതിന് തുടർന്ന് വന്ന മലയാള ഭാഷയുടെയോ അനാവരണമായിട്ട് അറബി മലയാളം, പേഴ്സോ അറബിക് സ്ക്രിപ്റ്റിൽ എഴുതപ്പെടുന്ന അറബി മലയാളം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഭാഷ മുസ്ലിങ്ങൾ കൈയൊഴിയേണ്ടതാണോ, അതിനെ റിഫോം ചെയ്യണോ, അതിന്റെ ഭാവി എന്തായിരിക്കണം, അതിനെക്കൊണ്ട് എന്താണ് മുസ്ലിങ്ങൾക്ക് ഗുണം, അത് ദോഷം ചെയ്യുകയാണോ ഗുണം ചെയ്യുകയാണോ കൂടുതൽ എന്നിങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾക്കുള്ള ഒരു തുടക്കകാലമാണ് 1890 നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഒരു പഠനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ അറബി മലയാളത്തിന്റെ പഠനങ്ങളെ എടുത്തു നോക്കിയാൽ ഈ മാല അല്ലെങ്കിൽ പോയട്രിക് ട്രഡീഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അത്യാവശ്യത്തിലേറെ പഠനങ്ങൾ കാണാം. പ്രോസിനെ കുറിച്ച് ഒരു ലേറ്റസ്റ്റ്, എസ്പെഷ്യലി മെഡിക്കൽ ട്രീറ്റിസസ് അല്ലെങ്കിൽ നമ്മുടെ ജൂറിസ്പ്രുഡൻഷ്യൽ ആയിട്ടുള്ള കമന്ററീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പഠനങ്ങൾ കാണാം. അതേപോലെ നമ്മുടെ പലതരത്തിലുള്ള ഇപ്പൊ ഒരു ലിറ്റററി ആയിട്ടുള്ള ട്രഡീഷൻസിലേക്ക്, അത് മാപ്പിളപ്പാട്ടുകളായിരിക്കട്ടെ, അങ്ങനെ പലതരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് കാണാം. എന്നാൽ തീരെ നമ്മൾ ശ്രദ്ധിച്ചു കാണാത്ത ഒരു മേഖലയായിട്ടാണ് എനിക്ക് ഈ മുസ്ലിംസ് പെഡഗോജിക്കൽ ടെക്സ്റ്റ്, ഒരു ലേറ്റ് 19th early 20th സെഞ്ചുറി മുതൽ എഴുതപ്പെട്ടു വരുന്ന നിഘണ്ടുകളായിക്കോട്ടെ, ഡിക്ഷണറികൾ, ലെക്സിക്കൻസ്, അതുപോലെ മറ്റു ഭാഷകൾ പഠിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ടെക്സ്റ്റുകൾ ഏറ്റവും കൂടുതൽ പല മദ്രസകളിലും ദർസുകളിലായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിന്റ് ചെയ്ത് പല ഭാഗത്തേക്ക് അയക്കുകയും ചെയ്തപ്പെട്ട ഒരു ജോണർ ഓഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറബി മലയാളത്തിന്റെ ലേറ്റർ കാര്യങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു ജോണർ ഓഫ് ടെക്സ്റ്റുകളെ, പെഡഗോജിക്കൽ ടെക്സ്റ്റുകൾ എന്ന് ഞാൻ വിളിക്കുന്ന ഈ ടെക്സ്റ്റുകളെ കുറിച്ചുള്ള പഠനം ഒന്നും കാണാനില്ല. അപ്പൊ ഇങ്ങനത്തെ ടെക്സ്റ്റുകളെ വളരെ സീരിയസ് ആയി എടുത്തുകൊണ്ട് അവരുടെ പ്രിഫേസുകളെ, ഇൻട്രൊഡക്ഷനുകളൊക്കെ വായിച്ചുകൊണ്ട് എന്താണ് ഈ ടെക്സ്റ്റുകൾ ഒരു മുസ്ലിങ്ങളെ ഇന്ന ഭാഷ പഠിപ്പിക്കുന്നു, അറബി മലയാളം പഠിപ്പിക്കുന്നതോ എന്നതിലുപരി ഭാഷാപരമായിട്ടുള്ള ഐഡിയോളജി, കൾച്ചർ, സാംസ്കാരികവുമായി ബന്ധപ്പെട്ട ഐഡിയോളജി, മുസ്ലിംസിന്റെ യഥാർത്ഥ സാംസ്കാരിക ജീവിതത്തിനെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലെങ്ങനെയാണ് പതിഞ്ഞു വരുന്നത്, അതിൽ നിന്ന് തന്നെ അറബി മലയാളത്തിന്റെ ചരിത്രവും ഭാവിയും എങ്ങനെയാണ് ഇങ്ങനത്തെ ടെക്സ്റ്റുകൾ നിർണ്ണയിക്കുന്നത് എന്നുള്ള ഒരു പഠനമാണ് ഇവിടെ ആലോചിക്കുന്നത്. ഇതിലിപ്പോ എനിക്ക് ഇങ്ങനത്തെ ഒരു ടെക്സ്റ്റുകളൊക്കെ സാധാരണയായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമോ അല്ലെങ്കിൽ ലിറ്റററി ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഹിന്ദിയിലെ അല്ലെങ്കിൽ ഹിന്ദിയിലെയും ഉറുദുവിലെയൊക്കെ ലെക്സിക്കൻസിന്റെയും ഡിക്ഷണറീസിന്റെ ഒക്കെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫ്രാൻസിസ്ക ഓർസിനിന്റെ വർക്കുകളുണ്ട്. അതേപോലെ ലിസ മിച്ചലിന്റെ തെലുഗു ലാംഗ്വേജ് ഫോർമേഷൻസ്, അതിങ്ങനെ ഒരു നാഷണൽ ഐഡന്റിറ്റി, തെലുഗു നാഷണൽ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിന്റെ ആലോചനകളുണ്ട്. അങ്ങനെ പല പല ഭാഷകൾക്ക്, മലയാളം ഉൾപ്പെടെയുള്ള മലയാളത്തിന്റെ ഇപ്പോൾ ഗുണ്ടർട്ടിന്റെ ഡിക്ഷണറി ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മലയാളം ഭാഷാ ഫോർമേഷൻ, മലയാള ഭാഷയുടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ, അതിന്റെ ഒരു മോഡേണൈസേഷൻ, അതിന്റെ പ്രിന്റ്, അത് പിന്നെ കേരളത്തിന്റെ ഒരു സബ് നാഷണലിസ്റ്റ്, ഒരു ദേശീയതയുമായി ബന്ധപ്പെട്ട് എങ്ങനെ കിടക്കുന്നു എന്നുള്ളതിന്റെയൊക്കെ പഠനങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്, പലപ്പോഴും നമ്മൾ ഡിക്ഷണറികളെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പെഡഗോജിക്കൽ ടെക്സ്റ്റുകളെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഹിസ്റ്ററിയുടെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്റ്റാൻഡേർഡൈസേഷൻ മെഷറുകൾ ഒരു സമയത്ത് ഹിന്ദിക്കോ ഉറുദുവിനോ മലയാളത്തിനോ തെലുഗുവിനോ ഒക്കെ ഇങ്ങനത്തെ ടെക്സ്റ്റുകൾ വരുന്നതിന്റെ ഒരു മൂല കാരണമായി കണക്കാക്കുന്നത് ആ സമയത്തുള്ള ഈ അതിദേശീയമായ കുറച്ചുള്ള കൾച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു സബ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് രൂപപ്പെടുക, നാഷണലിസ്റ്റ് മൂവ്മെന്റ് രൂപപ്പെടുക, ലിംഗ്വിസ്റ്റിക് നാഷണലിസം രൂപപ്പെടുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ലാംഗ്വേജിന് ഒരു
വലിയ ട്രഡീഷൻ, ഒരു ലോങ് ട്രഡീഷൻ ഉണ്ടാക്കുവാനും ലാംഗ്വേജിന്റെ അതിനൊരു സിസ്റ്റമാറ്റിക്, അതിനൊരു പ്യുവർ ആക്കിയിട്ടുള്ള ഒരു കൾച്ചറാക്കി എക്സിസ്റ്റ് ചെയ്യാനും, ഇതാണ് ശരിയായ ലാംഗ്വേജിന്റെ, ഈ ലാംഗ്വേജിന്റെ ശരിയായ ഉപയോഗം, ഇതാണ് തെറ്റായ ഉപയോഗം. ഇപ്പോൾ അതേപോലെ ഹിന്ദിയുടെ കാര്യത്തിൽ എങ്ങനെ പേർഷ്യൻ വേർഡ്സിനെ പുറന്തള്ളി ഹിന്ദിനെ കൂടുതൽ സാൻസ്ക്രിറ്റൈസ് ചെയ്യാം, മലയാളത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ എങ്ങനെയാണ് ഒരു ആര്യ ലിപിയിലൂടെ ഉള്ള ഒരു ജീനിയോളജിയിൽ ഡെവലപ്മെന്റ് ചെയ്തിരുന്ന ഒരു സാൻസ്ക്രിറ്റിക് ആയിട്ടുള്ള ഒരു മലയാളത്തിനെ എങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാം, അതിന് പിന്നെ കേരളത്തിന്റെ ഐഡന്റിറ്റിയുമായിട്ട് വളരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതിന്റെ ഒരു പബ്ലിക് സ്ഫിയർ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ ഒരു നിഘണ്ടുവിന്റെയും ഈ പെഡഗോജിക്കൽ ടെക്സ്റ്റുകളുടെയൊക്കെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. പക്ഷെ അറബി മലയാളത്തിന്റെ കാര്യം എടുത്താൽ ഇതേ ചരിത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. ആ ഒരു ക്വസ്റ്റ്യനും കൂടിയും നമുക്ക് അഡ്രസ് ചെയ്യാൻ ഇത് പഠിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ പെഡഗോജിക്കൽ ടെക്സ്റ്റുകളുടെയും ഡിക്ഷണറികളുടെയും ചരിത്രം എപ്പോഴും ഒരു ലിംഗ്വിസ്റ്റിക് നാഷണലിസം അല്ലെങ്കിൽ ഒരു സബ് നാഷണലിസമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കുമോ എന്നുള്ളതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ചരിത്രം കൂടി നമുക്ക് അറബി മലയാളത്തിന്റെ ഡിക്ഷണറികളൊക്കെ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ പിന്നെ മറ്റൊരു തലത്തിൽ നോക്കിക്കാണുന്ന രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ ലിംഗ്വിസ്റ്റിക് നാഷണലും അതേപോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ടെക്സ്റ്റുകളും ലിംഗ്വിസ്റ്റിക് നാഷണലിസവുമായിട്ടുള്ള അതിന്റെ ഒരു ഹിസ്റ്ററി കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ചെയ്യുന്നത് വേറൊരു ക്വസ്റ്റ്യൻ, ഈ പൊളമിക്കൽ ഡിബേറ്റ്സ്, അറബി മലയാളത്തിന്റെ ഭാവി എന്തായിരിക്കണം, അതിന്റെ യൂസ് എന്താണ്, അത് മുസ്ലിം പ്രോഗ്രസിനൊരു ഒബ്സ്ട്രക്ഷൻ ആണോ, അതിന്റെ റോൾ എന്താണ്, അത് റിലീജിയസ് ആയ റോൾ മാത്രമാണോ ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യനുകൾ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ നമുക്കൊരു ഹോമോജനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു ഉത്തരമൊന്നും മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ മലബാറിലോ കേരളത്തിലോ ഒട്ടാക്കിയായിട്ട് കാണാൻ പറ്റില്ല. പലതരത്തിലുള്ള പൊളമിക്കൽ പൊസിഷൻസ് എടുക്കുന്ന, ഇപ്പോൾ വക്കം മൗലയും മക്തി തങ്ങളെയും പോലെ ഒരു തരത്തിൽ അറബി മലയാളം ഒരു മുസ്ലിം പ്രോഗ്രസിന് ഹിൻഡ്രൻസ് ആണെന്ന് കാണുകയും, എന്നാൽ അതേപോലെ മുസ്ലിം റിലീജിയസ് ലൈഫിന്റെയും അതേപോലെ ഒരു പെഡഗോജിക്കൽ ലൈഫ് അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ലൈഫിന്റെയും ഒരു സെൻട്രലിൽ അതിനെ പ്ലേസ് ചെയ്യുന്ന സ്കോളറായിട്ട് ചാലിലകത്ത കുഞ്ഞാമുദ് ഹാജി അല്ലെങ്കിൽ കൊങ്ങണം വീട്ടിൽ മുസ്ലിയാരൊക്കെ ഇതേ സമയത്ത്, അപ്പോൾ വളരെ രണ്ട് തരത്തിലോ അല്ലെങ്കിൽ പല തരത്തിൽ ഈ ക്വസ്റ്റ്യനുകളോട് ഇടപെട്ടുകൊണ്ട് പൊസിഷൻസ് എടുക്കുന്ന ഒരു ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഹോമോജനസ് ആയിട്ടല്ല മുസ്ലിംസിനെ നമ്മൾ റിഫോമിസ്റ്റ് സ്റ്റഡീസുകൾ അല്ലെങ്കിൽ മോഡേണൈസേഷന്റെ പ്രിന്റുകളുടെ സ്റ്റഡീസ് ഒക്കെ എടുത്താൽ ഒരു ഹോമോജനസ് ആയിട്ടുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ഐഡിയ ഇതിനോട് എങ്ങനെയായിരുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ഇടപെടലുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു ഹോമോജനസ് ആയിട്ട് എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിച്ചത് എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിരിക്കും കൂടുതൽ പഠനങ്ങളും എത്തുന്നത്. എന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഈ പെഡഗോജിക്കൽ ടെക്സ്റ്റുകൾ ഭാഷ റിഫോം ചെയ്യുന്ന ടെക്സ്റ്റുകൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള, വളരെ പൊളമിക്കൽ ആയിട്ടുള്ള, വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉദ്ദേശത്തോടും കൂടി രചിക്കപ്പെട്ട പല ടെക്സ്റ്റുകളാണിവ. അപ്പൊ ഇതും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ വ്യത്യസ്ത തലത്തിലുള്ള പൊസിഷനുകൾ മുസ്ലിം ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള പ്രമുഖരായ, അന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മുസ്ലിം ഇന്റലക്ച്വൽസ് ഭാഷാപരമായ അറബി മലയാളം എന്നീ ഭാഷകളെ ചേർത്തുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ എടുക്കുമ്പോൾ അവര് മുസ്ലിം സാംസ്കാരികം, അതിന്റെ ഒരു പബ്ലിക് സ്ഫിയർ, അതിന്റെ ഒരു പ്രിന്റ്, മുസ്ലിങ്ങളുടെ എഴുത്ത് വ്യവഹാരങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വ്യത്യസ്തമായ അഭിപ്രായം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ പഠനത്തിലൂടെ ആൻസർ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ നമ്മുടെ സോഴ്സ് മെറ്റീരിയൽസിനെ കുറിച്ചൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഈ പഠനത്തിനായി ഉപയോഗിച്ച ചില ടെക്സ്റ്റുകൾ എന്ന് വെച്ചാൽ, ഒന്ന് 1894 മക്തി തങ്ങൾ രചിച്ച മുഅല്ലിമുൽ ഇഖ്വാൻ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അറബി മലയാളം ടെക്സ്റ്റ്. അതേപോലെ ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞ ശാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി രചിച്ച തശ്ഹീലുൽ അദ്ഹാനുൽ ഇഖ്വാൻ, അതും 1894 വന്നതാണ്. അതേപോലെ താലീമുൽ ഹിന്ദുസ്ഥാനി 1911 രചിച്ച ഹിന്ദി പഠിപ്പിക്കാൻ ഉള്ള ഒരു ടെക്സ്റ്റ്. പാഞ്ചാല ശുദ്ധി പത്രം എന്ന് പറഞ്ഞ് 1899 രചിച്ച 5 ഭാഷകളെ ഒരുമിച്ച് പഠിപ്പിക്കാൻ, അതിന്റെ നമ്പർ സിസ്റ്റംസ്, അതിന്റെ എഴുത്ത്, അതിന്റെ ഗ്രാമറ്റിക്കൽ എല്ലാത്തിന്റെയും കുറച്ച് ബേസിക് ആയിട്ടുള്ള വേർഡ്സ്, അങ്ങനെ 5 ഭാഷകളോളം വേർഡ്സിനെ അറബി മലയാളത്തിലൂടെ പഠിപ്പിക്കാൻ രചിച്ച 1899 രചിച്ച പാഞ്ചാല ശുദ്ധി പത്രം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ്.
ഖവാസുൽ മുസ്ലിമൂൻ നിഘണ്ടു, ഒരു അറബി മലയാളം അറബി തമിഴ് നിഘണ്ടു, അതിൻ്റെ ഒരു വ്യാപ്തിയൊക്കെ അടയാളപ്പെടുത്തുന്ന 1899 രചിച്ച വേറൊരു ടെക്സ്റ്റ്. അങ്ങനെ തുടർന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, സിറിയൻ മലയാളം പഠിപ്പിക്കാൻ ഉള്ള ടെക്സ്റ്റുകൾ, അങ്ങനെ പല തരത്തിലുള്ള ഡിക്ഷണറികൾ, ലെക്സിക്കൻ, പെഡഗോജിക്കൽ ടെക്സ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പഠനം നടത്തുന്നത്. ഈ ടെക്സ്റ്റുകളാവട്ടെ വളരെ ചീപ്പായിട്ട് പ്രിന്റ് ചെയ്യപ്പെട്ട, ലിത്തോഗ്രഫിക്കലി പ്രിന്റ് ചെയ്യപ്പെട്ട, വളരെ കുറഞ്ഞ പേജുകളുള്ള, എന്നാൽ കേരളത്തിൽ നിന്ന് നമുക്ക് ഇതിന്റെ കോളഫോണൊക്കെ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തലശ്ശേരിയിൽ പ്രിന്റ് ചെയ്തതുണ്ട്, തിരൂർ പ്രിന്റ് ചെയ്തതുണ്ട്, ആലപ്പുഴ പ്രിന്റ് ചെയ്തതുണ്ട്. അപ്പോൾ കേരളത്തിന്റെ എല്ലാ നാനാഭാഗങ്ങളിലും പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഒരു ജോണറിലുള്ള ടെക്സ്റ്റുകളൊക്കെ ഒരു കൊണ്ട്. അപ്പോൾ കേരളത്തിലെ മുസ്ലിം വ്യവഹാരങ്ങളിൽ അങ്ങാനും ഇങ്ങാനും ഇടപെട്ട കുറച്ച് ടെക്സ്റ്റുകളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഇനി ഇതിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറബി മലയാളത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഉള്ളതുകൊണ്ടാണ് എന്താണ് അറബി മലയാളം എന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും അറബി മലയാളം എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാമല്ലോ, അറബി മലയാളം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു എത്രത്തോളം സ്കോളർ അല്ലെങ്കിൽ പോലും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്, മലയാളം അറബിയിൽ എഴുതപ്പെടുന്നത്, അല്ലെങ്കിൽ മലയാളവും അറബിയും കലർന്ന് അറബിയുടെ സ്ക്രിപ്റ്റിൽ എഴുതപ്പെടുന്ന, എന്നാൽ കൂടുതലായും മലയാളത്തിൻ്റെ ഒരു ഭാവം, അതിൻ്റെ ഒരു ശൈലിയും അതിൻ്റെ ഒരു ഇതൊക്കെയുള്ള ഫോളോ ചെയ്യുന്ന ഒരു തരം ടെക്സ്റ്റുകളെയാണ് നമ്മൾ അറബി മലയാളം എന്നൊക്കെ പറഞ്ഞത്. അതിൻ്റെ ഒരു ഭാഷയൊക്കെയാണ്, അങ്ങനത്തെ പ്രയോഗങ്ങളെയും അങ്ങനത്തെ ലിറ്റററി ട്രഡീഷനുകളിലേക്ക് ഫോളോ ചെയ്യുന്നൊരു സംഹിതയാണ് നമ്മൾ അറബി മലയാളം എന്നൊക്കെ പറയാം. അത് ലാംഗ്വേജ് ആണോ, അതൊരു ലിറ്റററി രജിസ്റ്റർ ആണോ, അതൊരു ലിപി ആണോ എന്നൊക്കെ ഉള്ളത് വലിയൊരു ഡിബേറ്റ് ആണെങ്കിലും, ഇന്ന് നമ്മൾ കൂടുതലായി ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പിൽക്കാലങ്ങളിൽ ഉണ്ടായിരുന്ന മദ്രസ ടെക്സ്റ്റുകൾ നോക്കുകയാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അറബി മലയാളം എന്നുള്ളത് കൂടുതലായും വ്യാഖ്യാനിക്കപ്പെട്ടത് മലയാളം അറബിയിൽ എഴുതുക എന്നാണ്. ആ ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ ആ ഒരു ഇത് നിലനിൽക്കെ തന്നെ നമ്മൾ ഇന്നത്തെ ഗവേഷകരുടെ പഠനങ്ങളൊക്കെ കഴിഞ്ഞൊരു 2 ഡെക്കേഡ്സിലായിട്ടുള്ള മുസ്ലിം അല്ലെങ്കിൽ അറബി മലയാളത്തെ പഠിച്ച സ്കോളേഴ്സിൻ്റെ ഒക്കെ വർക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, വളരെ മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള ഒരു ലിറ്റററി രജിസ്റ്റർ ആയിട്ട് അറബി മലയാളം നമുക്കൊരു 16-ാം നൂറ്റാണ്ടിൽ മുഹീദ്ദീൻ മാലയുടെ ഒരു ആദ്യ കൃതി എന്ന് പറയപ്പെടുന്ന മുഹീദ്ദീൻ മാല മുതൽ നമുക്ക് നോക്കുകയാണെങ്കിൽ തമിഴ്, ജസിരി, പേർഷ്യൻ, അറബിക്, ഒരു സംസ്കൃത മലയാളം, കൊളോക്കിയലായിട്ടുള്ള സംസാര രീതിയിലുള്ള മലയാളം, കേരള ഭാഷ എന്ന് പറയുന്ന ഒരു ഏർലി മലയാളം, ഇതൊക്കെ കൂടിക്കലർന്ന ഒരു മിശ്രിതമായ ഒരു മൾട്ടി ലിംഗ്വൽ ലിറ്റററി രജിസ്റ്റർ ആയിട്ട് അറബി മലയാളം പ്രവർത്തിക്കുന്നതായി കാണാം. എന്നാൽ നമ്മൾ ഈ ടെക്സ്റ്റുകൾ, ഞാൻ പറയുന്ന ഈ 19-ാം നൂറ്റാണ്ടിൻ്റെയും 20-ാം നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിലുള്ള ടെക്സ്റ്റുകളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക, നമ്മൾ ഒരു നോർമേറ്റീവായിട്ട് എങ്ങനെയാണോ അറബി മലയാളത്തെ കാണുന്നത്, വളരെ സിമ്പിള്, അതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് അറബി മലയാളത്തെ ചുരുക്കി എഴുതുന്നതിൻ്റെ ആദ്യത്തെ ഒരു നമുക്ക് ഇടപെടലുകളൊക്കെ കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ടെക്സ്റ്റുകൾ. അതേപോലെ അറബി മലയാളവുമായി ബന്ധപ്പെട്ട് രചിച്ച പൊളമിക്കലായിട്ടുള്ള ടെക്സ്റ്റുകൾ, മക്തി തങ്ങൾ മുതൽ വക്കം മൗലവി വരെയുള്ള ഒരു 1890s തൊട്ടിട്ട് ഒരു 1920s 1930s വരെയുള്ള ഈ ടെക്സ്റ്റുകളിലാണ് ആദ്യമായിട്ട് അറബി മലയാളത്തെ ഒരു മലയാള ഭാഷയുടെ ലിപി എന്ന രീതിയിലേക്ക് മാത്രമായി ചുരുക്കി എഴുതിയതൊക്കെ ആയിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം എന്താണ്, എന്തുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ ആയ ടൈമിൽ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ ഒരു ചരിത്രം എന്താണ് എന്നുള്ളതും വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇതിന് ഈ അറബി മലയാളത്തിൻ്റെ അതേപോലെ മുസ്ലിങ്ങളുടെ ഒരു ദൈനംദിന ലിറ്റററി രജിസ്റ്ററും, അതേപോലെ ഇതിൻ്റെ ഒരു മുസ്ലിങ്ങളുടെ ഒരു ദൈനംദിന ഭാഷയുമായി കാണാൻ പറ്റുമായിരുന്ന ഒരു അറബി മലയാളത്തെ ഇതിനെ ഒരു വളരെ റിലീജിയസ് ആയി ഇതിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇന്ന് പലപ്പോഴും ഇന്നല്ലെങ്കിൽ കുറച്ച് ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യഭാഗത്തോടു കൂടി ധാരാളമായി മദ്രസ അല്ലെങ്കിൽ ഇസ്ലാമിക് റിലീജിയസ് എഡ്യൂക്കേഷൻ്റെ മാത്രം ഒരു ലാംഗ്വേജായി ചുരുക്കപ്പെടുന്നതൊക്കെ
അതിൻ്റെയൊക്കെ ഒരു കാരണമായി പലപ്പോഴും കാണിക്കപ്പെടുന്നത് മലയാള ഭാഷയുടെ സ്റ്റാൻഡേർഡൈസേഷൻ 1870-80കളിൽ മലയാളം ഇന്ന് നമ്മൾ ആര്യനൈസ്ഡ് ഗ്രന്ഥലിപിയിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ട മലയാളം ലിപിയുടെ ഒരു സ്റ്റാൻഡേർഡൈസേഷനും അതിൻ്റെ ഒരു പബ്ലിക് സ്ഫിയറിൻ്റെ ഫോർമേഷൻ്റെയും ഒരു എക്സ്റ്റേണൽ പ്രഷർ, മലയാളം കേരളത്തിൻ്റെ ഒരു പബ്ലിക് സ്ഫിയർ വ്യവഹാരങ്ങൾ പൂർണ്ണമായി മലയാളത്തിലായി മാറിയതിൻ്റെ ഒരു എക്സ്റ്റേണൽ പ്രഷർ മാത്രമായിട്ടാണ് നമ്മൾ പലപ്പോഴും അറബി മലയാളത്തിന്റെ ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സൈഡ് ലൈനിങ്ങിനൊക്കെ കുറിച്ച് പഠനങ്ങളിൽ സൂചിപ്പിക്കാറുള്ളത്. എന്നാൽ നമുക്ക് ഇങ്ങനത്തെ പൊളമിക്കൽ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം വലിയൊരു തരം മുസ്ലിം സമൂഹത്തിലെ ചിന്തകന്മാരും ഒക്കെ ഇതിന്റെ മുസ്ലിംസിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രത്യേക തരം അറബി മലയാളത്തോടുള്ള ഒരു മാറിയ വീക്ഷണം തന്നെ ഈ അറബി മലയാളം ഇങ്ങനെ ഒരു സൈഡ് ലൈൻ ആവുക അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പർട്ടിക്കുലർ രീതിയിലേക്ക് മാത്രം ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ക്രിപ്റ്റ് ആക്കി ചുരുക്കി എഴുതുന്നതിൽ മുസ്ലിം ചിന്തകന്മാർക്ക് തന്നെയുള്ള ഒരു പങ്ക് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പ്രഷർ മാത്രമല്ല, ഇന്റേണൽ ആയിട്ടുള്ള വളരെ വലിയ പൊളമിക്കൽ റീസൺസ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സമാനമായിട്ട് നമുക്കിപ്പോൾ അറബി മലയാളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ സമാനമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള നമ്മുടെ ഗാർഷൂനി മലയാളം എന്നൊക്കെ പറയുന്ന സിറിയാക് മലയാളം. അതേപോലെ കേരളത്തിൽ നിലനിന്നുണ്ടായിരുന്ന ജൂത സമൂഹങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഹീബ്രു മലയാളം എന്ന് പറയപ്പെടുന്ന പോഫീറ ഗാംലീലിന്റെ വർക്ക് അല്ലെങ്കിൽ ഇഷ്വാൻ പെർസലിന്റെ വർക്കൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അറബി മലയാളത്തോട് സാമ്യം ഉണ്ടായിരുന്നു. അറബി മലയാളത്തിന്റെ ആ ഒരു ലോജിക്കിനോട് എങ്ങനെയാണോ അത് മലയാളമായി ബന്ധപ്പെട്ട് കടന്നിരുന്നത് അതിനോടൊക്കെ സാമ്യപ്പെടുത്തി നമുക്ക് വായിക്കാൻ പറ്റുന്ന ഭാഷകളായിരുന്നു സിറിയാക് മലയാളവും ഗാർഷൂനി മലയാളവും. ഗാർഷൂനി മലയാളം അല്ലെ ഹീബ്രു മലയാളം. അതിൽ ഹീബ്രു മലയാളം കേരളത്തിൽ ജൂത സമൂഹം നന്നേ കുറഞ്ഞ് ഇല്ലാതായെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു 19ാം നൂറ്റാണ്ടിനോടൊക്കെ തന്നെ വളരെ ചുരുങ്ങി ഇല്ലാതായ ഒരു ഭാഷയാണെങ്കിലും സിറിയാക് മലയാളവും ഇന്ന് അത്ര നമുക്ക് വിപുലമായി ഉപയോഗിക്കുന്നതോ അതിൻ്റെ ഒരു 20ാം നൂറ്റാണ്ടിൽ തന്നെ അതിൻ്റെ ലിറ്റേർജിക്കൽ ആയിട്ടുള്ള വളരെ ലിറ്റേർജിക്കൽ ആയിട്ടുള്ള പ്രേയേഴ്സ് അല്ലെങ്കിൽ ചർച്ച് ജൂറിസ്പ്രുഡൻഷ്യൽ ലാംഗ്വേജ് മാത്രമായിട്ട് അതിന് ചുരുങ്ങിയതായി കാണാം. എന്നാൽ അറബി മലയാളം കുറച്ചും കൂടിയൊക്കെ ഒരു വികാസമുള്ള 20th സെഞ്ചുറി 19th സെഞ്ചുറിയിലൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒരു വികാസമുള്ള ഒരു ഭാഷയായിട്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അതേ പക്ഷേ ഈ സിറിയാക് മലയാളം അല്ലെങ്കിൽ ഹീബ്രു മലയാളം ഒക്കെ ഉള്ള ഈ കമ്മ്യൂണിറ്റികൾക്ക്, പ്രത്യേകിച്ച് സിറിയാക് മലയാളമായി ബന്ധപ്പെട്ട് കിടന്ന സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കൊന്നും ഒരു മലയാളത്തിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ ഇത്ര പ്രശ്നമായി വന്നിരുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ മലയാളം ഹിസ്റ്ററിയുടെ ചരിത്രം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ ഒരു ലിറ്റററി ജീനിയോളജി എന്നുള്ളത് വളരെ ഞാൻ പറഞ്ഞ ഒരു സാൻസ്ക്രിറ്റിക് ആയിട്ടുള്ള ഒരു ആര്യ മലയാളം ഗ്രന്ഥലിപിയിലൂടെ ഇപ്പോൾ നമ്മൾ ഈ മണിപ്രവാളം എന്നൊക്കെ പറയുന്ന അതിൽ നിന്ന് പിന്തുടർന്ന് വന്ന് എഴുത്തുച്ചിലൂടെയും അതേപോലെ ഒരു ഏർലി മോഡേൺ മലയാളം പോയട്രീസിലൂടെയൊക്കെ വന്ന് അതിൻ്റെ ഈ ഗുണ്ടോട്ടിനെ പോലെയുള്ള പല കാര്യങ്ങൾ ആളുകളുടെ ശ്രമഫലമായി ക്രോഡീകരിക്കപ്പെട്ട, അപ്പോൾ നമുക്കൊരു കൃത്യമായ ഒരു നമുക്ക് ഇന്ന് മോഡേൺ ഹിന്ദു നൊമേറ്റീവ് ഒരു ജീനിയോളജി തന്നെ നമുക്ക് അതിന് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മിഷണറീസ്, നമ്മളിപ്പോൾ ബേസൽ മിഷന്റെ കാര്യങ്ങളായിക്കോട്ടെ, അതേപോലെ ഈ ജർമ്മനിയിൽ നിന്ന് വന്ന പല മിഷണറി എന്റർപ്രൈസുകളുടെയും കാര്യം എടുത്തൊക്കെ അവർക്ക് മലയാളം ഭാഷയോടുള്ള ബന്ധം എന്തായിരുന്നു എന്ന് മലയാള ഹിസ്റ്ററി പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കും. വളരെ ചേർന്ന് നിൽക്കുന്ന, അപ്പോൾ ഒരു മിഷണറീസ്, ഒരു സിറിയൻ ക്രിസ്ത്യൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ചർച്ച് മിഷണറീസിന്റെ റോൾ ഈ മലയാളം ഹിസ്റ്ററി ആയിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. അതേപോലെ ലിറ്റററീസ്, നമ്മുടെ ഈ മണിപ്രവാളത്തിലൊക്കെ എഴുതിപ്പെട്ട കവിതകളുടെയും പ്രോസുകളുടെയും ഒക്കെ കാര്യങ്ങളും മലയാളമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മലയാളം ഹിസ്റ്ററി ആയിട്ട് നേരിട്ടൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം ഒരു 1870s 1880s തൊട്ട് നമുക്ക് ക്ലിയർ ആണ്. കാരണം ഒരാളുടെ ക്യാപിറ്റലിലും ഇന്റലക്ച്വൽ എഫേർട്ടിലും മറ്റൊരാളുടെ ജീനിയോളജിയും പിന്തുടർന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ചൊരു ജനറിക് ആയിട്ടുള്ള കുറച്ച് നാരോ ടേംസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും, എന്നാൽ മുസ്ലിങ്ങൾക്ക് മലയാളം ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എത്രത്തോളം നമ്മൾ കേരള ഭാഷയുടെ ഒരു ആഖ്യാനമാണ് അറബി മലയാളം എന്ന് നമ്മൾ
വാദിച്ചാലും മലയാളം ഹിസ്റ്ററി, മലയാളം ലിറ്റററി ഹിസ്റ്ററിയിൽ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം വളരെ പിൽക്കാലത്താണ്. മുസ്ലിങ്ങളുടെ ഒരു മലയാളത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, മുസ്ലിങ്ങൾ മലയാളത്തിലേക്ക് നൽകിയ സംഭാവന എന്താണെന്നുള്ളത് ഇന്നൊക്കെയാണ് വളരെ വലിയ ചർച്ചാ വിഷയമായി പഠിതാക്കളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്ര ഡയറക്റ്റ് അല്ലാതിരുന്ന, അല്ലെങ്കിൽ തീർത്തും വിസിബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻ മുസ്ലിംസിന് മലയാളം ഹിസ്റ്ററിയുടെ ഫോർമേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല മറ്റുള്ള സമൂഹങ്ങളെ പോലെ. അപ്പൊ ഇതിനാൽ തന്നെ മുസ്ലിംസിന്റെ മലയാളവുമായിട്ടുള്ള ഒരു വ്യവഹാരം എന്ന് പറയുന്നത് ഈ ലേറ്റ് 19th early 20th സെഞ്ചുറിയിൽ ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളെ അപേക്ഷിച്ച് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം തങ്ങളുടെ കൾച്ചറിന്റെ പുറത്ത് നിന്നുള്ള ഒരു പെർസെപ്ഷനിലാണ് മലയാളം പ്ലേസ് ചെയ്തിരുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഈ പ്രിന്റ് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രിന്റ് പെഡഗോജിക്കൽ ടെക്സ്റ്റ് വരുന്നതിന് മുമ്പുള്ള മുസ്ലിങ്ങളുടെ അറബി മലയാളത്തിലുള്ള പെഡഗോജിക്കൽ ഒരു റിലേഷൻസ് നമ്മൾ എന്താണെന്ന് നോക്കിയാൽ, ഇപ്പൊ നമ്മൾ ഓത്തുപള്ളികൾ അല്ലെങ്കിൽ പല ദർസുകളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന മുസ്ലിം വിദ്യാഭ്യാസം, അത് ഇനി അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡൊമസ്റ്റിക് സ്പേസുകളിലൂടെയൊക്കെ ആയിട്ട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ശ്രീപാരായണ സദസ്സുകളിലൂടെയും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുമുള്ള സെറ്റിങ്ങുകളിലൂടെയൊക്കെ അറബി മലയാളത്തെ അല്ലെങ്കിൽ അറബിക്കിനെയൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രീ 20th സെഞ്ചുറി ഹിസ്റ്ററിയിൽ നമുക്ക് ഈ ലെക്സിക്കൺസ് അല്ലെങ്കിൽ ഇതേപോലെ ഭാഷ സ്റ്റാൻഡേർഡൈസ് ചെയ്തതിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എം.എച്ച്. ഇല്യാസിൻ്റെയൊക്കെ വർക്കിൽ ലിറ്ററസീനെ, അറബി മലയാളത്തെ മുൻനിർത്തിയുള്ള ലിറ്ററസിയുമായി ബന്ധപ്പെടുത്തിയുള്ള വർക്കുകളിൽ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ അന്ന് ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓത്തുപള്ളിയിലോ ദർസിലോ എന്നുള്ളത് വളരെ നമ്മൾ ഈ ആവർത്തനത്തിലൂടെ വിദ്യ നൽകുക, അല്ലെങ്കിൽ ഒരു 1-to-1 റിലേഷനിലൂടെ. അപ്പോൾ ഒരു അധ്യാപകനിൽ ചുറ്റിപ്പെട്ട്, അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഡൗട്ടുകൾ, എല്ലാ തരത്തിലുള്ള വിജ്ഞാനവും ടെക്സ്റ്റ് ബേസ്ഡ് അല്ല. ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ടെക്സ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദർസിൽ ഒരു ടെക്സ്റ്റ് ഒക്കെ ഉണ്ടാവുക, അല്ലാതെ എല്ലാവർക്കും ഒരു ടെക്സ്റ്റ് എല്ലാവരും അത് കൈ എഴുതി പഠിക്കുക അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ടെക്സ്റ്റിന്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ അതൊരു മീഡിയേഷനാണ്, നമ്മുടെ അധ്യാപകന് കൺവേ ചെയ്ത് കൊടുക്കണം. അപ്പൊ അധ്യാപകൻ അല്ലെങ്കിൽ റെസിറ്റേഷൻ, റെപ്പറ്റീഷൻ, അതുപോലെ മെമ്മറി, അങ്ങനത്തെ കാര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള നമുക്കൊരു ഓണ്ടോളജിയാണ് അന്നത്തെ ഈ പെഡഗോജിക്കൽ സെറ്റിംഗ്സ് ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് ഓത്തുപള്ളി ദർസുകളിലുള്ള. അപ്പൊ ടെക്സ്റ്റുകൾ അത്ര നമുക്ക് ഇപ്പോൾ ഒരു അറബി മലയാളം ഒരു പോയട്രി എടുത്താൽ അപ്പൊ അതിന്റെ അതിൽ ചിലപ്പോൾ തമിഴ് ഉണ്ടാവും, പേർഷ്യൻ ഉണ്ടാവും, അറബിക് ഉണ്ടാവും. അതിനൊന്നും മനസ്സിലാക്കി തരാൻ ഇത് തമിഴാണ്, ഇത് അറബിക്കാണ്, ഇത് പേർഷ്യൻ ആണ് എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ ഭാഷയിൽ ഉൾക്കൊണ്ടിരുന്ന സാധനമായതുകൊണ്ട് ഇതിനൊക്കെ അങ്ങനെ തന്നെയായിരിക്കും വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. അതിനൊരു ടെക്സ്റ്റിന്റെ ആവശ്യം അത്യപൂർവമായിരുന്നു. അപ്പോ ടെക്സ്റ്റ് വരുന്ന അല്ലെങ്കിൽ പ്രീ പ്രിന്റ് പെഡഗോജിക്കുള്ള ഈ റെസിറ്റേഷൻ അല്ലെങ്കിൽ 1-to-1 കോൺവെർസേഷൻ, ക്ലോസ് നിറ്റിൽ ഇരുന്നുകൊണ്ടുള്ള പഠിക്കുന്നതിന്റെ ഇതൊക്കെ, അപ്പോ അതിനെ മുൻനിർത്തിയുള്ള ഒരു പഠന സെറ്റിംഗ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ഓത്തുപള്ളി ദർസുകളിലൊക്കെ ഉണ്ടായിരുന്നത്. സിമിലർലി നമ്മുടെ സെറ്റിംഗ്, അപ്പോൾ ലാംഗ്വേജ്, ഗ്രാമർ, സ്ക്രിപ്റ്റ്, ഇങ്ങനെ ഉള്ള വ്യവഹാരങ്ങളിലൂടെ ഒരു ഭാഷയെ അതിന്റെ ട്രഡീഷനെയും ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠന മേഖലയായിരുന്നില്ല നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അറബി മലയാളത്തിന് നമ്മൾ ഈ പിൽക്കാലത്ത് ഒരു ലേറ്റ് 19th സെഞ്ചുറിയിൽ പ്രിന്റ് വരുന്ന വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ടെക്സ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറുകയാണ്. ഈ നമ്മുടെ നിഘണ്ടുകളായിക്കോട്ടെ, ഇപ്പോൾ ഭാഷ പഠിപ്പിക്കുന്നതിൽ പല ഈ ഒരു അധ്യാപകനെക്കാട്ടിയും ഈ ടെക്സ്റ്റുകൾ ബേസ് ചെയ്ത് തന്നെ പഠനം, ഇപ്പോൾ ക്രോഡീകരിക്കപ്പെട്ട സിലബസ് എന്ന് പറഞ്ഞതിന്റെ ഒരു ഏർലി ഫോം ഈ ടെക്സ്റ്റുകൾ സിലബസായി മാറുകയാണ്. അപ്പൊ എല്ലാ ദർസുകളിലും എല്ലാ മദ്രസകളിലും പഠിപ്പിക്കപ്പെടുന്ന സാധനം ഒന്നായി മാറുകയാണ്. നമ്മുടെ കേരളത്തിന് അങ്ങോളമുള്ള വൈവിധ്യങ്ങളെ അപ്പൊ എല്ലാ ടെക്സ്റ്റുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഏർലിയർ നമുക്ക് ഒരു അധ്യാപകനോ അല്ലെങ്കിൽ നമ്മൾ ആരോടാണോ ഡിപ്പെൻഡന്റ്, അയാൾക്ക് ആ വൈവിധ്യങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്നിങ്ങനെ ഒരു ടെക്സ്റ്റ് ഒരു ബേസായി വരുമ്പോൾ അറബി നമ്മുടെ ആദ്യമായിട്ട് ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വൈവിധ്യങ്ങൾ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. കാരണം വൈവിധ്യങ്ങൾ ഭയങ്കര ഒബ്സ്റ്റക്കിളായി മാറുകയാണ്.
ഈ ടെക്സ്റ്റിൽ. അപ്പോൾ ടെക്സ്റ്റ് ഇപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു നമ്മളിപ്പോൾ സ്ലാങ് അല്ലെങ്കിൽ ഒരു ഇതെന്നൊക്കെ പറയുന്നത് ഡയലക്റ്റിക് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ കേരള ഭാഷയുടെ വിവിധപരമായ ഡയലക്റ്റുകൾ ഉണ്ടാവും. അറബി മലയാളത്തിന്റെ ഒരു ഉച്ചാരണത്തിൽ വൈവിധ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഏതാണ് ഇതാന്ന്, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരും. അതേപോലെ ഇത് ഈ ടെക്സ്റ്റ് പ്രിന്റ്, അതേപോലെ ലിറ്ററസി എന്നുള്ള കാര്യങ്ങളിലൊക്കെ മറ്റുള്ള ഭാഷകളെ പഠിപ്പിക്കാൻ ഭയങ്കര ആവശ്യമുള്ളതായി വരുമ്പോൾ ഇതിലിപ്പം ഇപ്പോൾ കണ്ണൂരോ കോഴിക്കോടോ ഉള്ള ഒരാൾ പഠിപ്പിക്കുന്ന ഇപ്പോൾ ഒരു മലയാളം അറബി മലയാളം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതും തിരുവിതാംകൂറിലോ കേരളത്തിന്റെ തെക്കേ ഭാഗത്തേക്കുള്ള ആൾക്കാർ പഠിപ്പിക്കുന്നതൊക്കെ വ്യത്യാസം ഉണ്ടായ വലിയ പ്രശ്നമാവും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അറബി മലയാളത്തെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുക. അറബി മലയാളത്തിന് അവര് അന്നേ മുതൽ കണക്കാക്കാതിരുന്ന ഒരു ഈ ശുദ്ധി എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡൈസേഷന്റെ പ്രശ്നം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ ഉച്ചാരണങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരാൻ തുടങ്ങി ഈ ലേറ്റ് 19th സെഞ്ചുറി. പ്രിന്റ് വളരെ എഡ്യൂക്കേഷന്റെ ഒരു മാനദണ്ഡമായി മാറുന്ന സമയത്ത്. അപ്പോൾ പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. നമുക്ക് അറബി മലയാളം അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെടേണ്ടത്? അപ്പോൾ അറബി മലയാളത്തിന് ഒരു ഗ്രാമർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അറബിക്കിന്റെ ഗ്രാമറിനോടാണ് ചേർന്ന് നിൽക്കേണ്ടത്, അതോ മലയാളത്തിന്റെ ഗ്രാമറിനാണോ ചേർന്ന് നിൽക്കേണ്ടത്? അറബി മലയാളത്തിൽ ഇപ്പോൾ മലപ്പുറത്ത് ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ടാവും, മുസ്ലിം കൊളോക്കിയലായിട്ട് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്ന പദങ്ങളുണ്ടാവും. അത് അതേപോലെ നിലനിർത്തണോ, അതോ മലയാളത്തിലുള്ള പദങ്ങളെ കൊണ്ട് ഇതാക്കണോ? ഇനി അങ്ങനത്തെ പദങ്ങൾ നിലനിർത്തിയാൽ തന്നെ അതിനെ വിശദീകരിക്കണോ? ഇപ്പോൾ അതിനെ ഗ്ലോസറിയിൽ വിശദീകരിക്കണോ, അതിനൊരു ബ്രാക്കറ്റിലിട്ട് അതിന്റെ മീനിങ് വേറെ തന്നെ എഴുതി വെക്കണോ? ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രിന്റ് അല്ലെങ്കിൽ ഒരു എഴുത്ത് സമ്പ്രദായവും ടെക്സ്റ്റും പ്രിന്റ് ബേസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി മാറുമ്പോൾ ഇങ്ങനത്തെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്നതായി കാണാം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മള് ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ചരിത്രം നൊയ്മാൻ കെന്റെ ഇപ്പോൾ ഒരു പബ്ലിക്കേഷൻ വന്നിട്ടുണ്ട് പ്രിന്റ് ടെക്നോളജീസിനെ കുറിച്ചൊക്കെ ഉള്ള ഇതില്. അപ്പൊ അതിലൊരു സെക്ഷനിൽ അദ്ദേഹം പറയുന്ന ഈ സ്കോളർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, മലയാളം ഇപ്പൊ ഇങ്ങനെ പ്രിന്റ് കടന്നു വരുന്ന സമയത്ത് മലയാളത്തിനൊക്കെ നമുക്ക് ഈ വിട്ട് എഴുതുന്ന അക്ഷരങ്ങളാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഈ ലിത്തോഗ്രഫിയിൽ നിന്നും പിന്നൊരു മെറ്റൽ ബ്ലോക്ക് പ്രിന്റിംഗിലേക്കുള്ള ട്രാൻസിഷൻ വളരെ എളുപ്പമായിരുന്നു. എന്നാൽ അറബിക് സ്ക്രിപ്റ്റിന്റെ ഒരു മൊത്തത്തിലുള്ള ക്യാരക്ടർ നമുക്ക് കുറച്ചുകൂടി കേഴ്സീവ് ആണ്. അതേപോലെ പലതരത്തിലുള്ള സ്ക്രിപ്റ്റുകളുണ്ട്. അതേപോലെ അക്ഷരങ്ങളുടെ മീനിങ്ങുകളുടെ ഒക്കെ വ്യത്യാസം, നമ്മൾ എങ്ങനെ ഓരോ അക്ഷരങ്ങളെ ബന്ധിപ്പിക്കുന്നു, വവ്വൽസിന്റെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് എഴുത്ത് സമ്പ്രദായ രീതി തന്നെ അറബിക് അല്ലെങ്കിൽ അറബി മൂലകമായിട്ടുള്ള പേർഷ്യൻ, ഉറുദു, ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറയുന്ന ഭാഷകൾക്ക് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുന്നത് വളരെ ചെലവേറിയതും, അത് ഒരു ഏർലി മെറ്റൽ ബ്ലോക്ക് പ്രിന്റിനെ ആശ്രയിക്കാൻ മുസ്ലിം പ്രിന്റ് കൾച്ചറിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലിത്തോഗ്രഫി എന്ന് പറഞ്ഞൊരു മീഡിയയാണ് മുസ്ലിംസ് പ്രിന്റ് ആയിട്ട് കൂടുതലായി കണ്ടിരുന്നത്. ലിത്തോഗ്രഫിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ എഴുത്തിന്റെ ആ കേഴ്സീവ്നെസ്, അതിന്റെ ഒരു ഓർത്തോഗ്രാഫിക് ഫീച്ചേഴ്സ് ഒക്കെ അതേപോലെ നിലനിർത്താൻ ലിത്തോഗ്രഫിക്ക് കഴിയും ചെയ്യും. അപ്പൊ പക്ഷെ ലിത്തോഗ്രഫി കൈയെഴുത്തിൽ ആദ്യം നമ്മളിങ്ങനെ കല്ലില് ഇതിങ്ങനെ കൊത്തി ഉണ്ടാക്കിയിട്ടാണല്ലോ ലിത്തോഗ്രഫി ചെയ്യുക. പക്ഷെ അപ്പോ ഒരേ പ്രസ്സിൽ ഒരു പ്രസ്സിൽ ഇപ്പൊ തലശ്ശേരിയുള്ള ഒരാൾക്ക് ഒരു ലിത്തോഗ്രഫിക് അച്ചടിന്റെ ഒരു സാധനം ഉണ്ടാവും. അതേ മോഡലിലോ അതേ ഓർത്തോഗ്രാഫിക് ഫീച്ചേഴ്സിലോ ആയിരിക്കില്ല ചിലപ്പോൾ പൊന്നാനിയോ അല്ലെങ്കിൽ ആലപ്പുഴയോ അടിക്കുന്ന ഇതുണ്ടാവുന്ന. കാരണം ഏത് മോഡലിലാണ് ഇപ്പൊ മലയാളത്തിന്റെ പല ഉച്ചാരണങ്ങളെയും ഏത് മോഡലിലാണ് അടിക്കേണ്ടതെന്നുള്ള വലിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ലിത്തോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മലയാള ഭാഷയുമായിട്ട് ചേർന്ന് പോകണോ, അതേപോലെ ഹിന്ദി, ഉറുദു അല്ലെങ്കിൽ പേർഷ്യൻ, തമിഴ് ഈ ഭാഷകളിലുള്ള മലയാളത്തിലെ പദങ്ങളെ നമ്മൾ റിട്രീവ് ചെയ്യണോ, അതോ അതിനെ ഡിസ്കാർഡ് ചെയ്യണോ, ഏതൊക്കെ ഭാഷകൾക്കാണ് നമ്മൾ മുൻക്രമം കൊടുക്കേണ്ടത് ഒരു അറബി മലയാളത്തിന് ഡിക്ഷണറിയോ ലെക്സിക്കണോ എഴുതുമ്പോൾ, ഇങ്ങനത്തെ പല വിഷയങ്ങൾ ഈ സമയത്ത് ഈ മുസ്ലിം ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഡിസ്കഷനിലെ സജീവമായ മാറ്റർ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഇതിൽ നിന്നാണ് ഒരു ആൻസൈറ്റി, അപ്പോൾ ഇതിനെയാണ് ഒരു ആങ്സൈറ്റി ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ കൊണ്ടുണ്ടാവുന്ന മുസ്ലിങ്ങൾക്ക് തമ്മിലുള്ള പലതരത്തിലുള്ള ആങ്സൈറ്റി ഉണ്ട്. ഒന്ന്, ഇത് അറബി മലയാളത്തിന്റെ ഹിസ്റ്ററിയെ തന്നെ എങ്ങനെ ബാധിക്കും. ഇതിപ്പോൾ മലയാളത്തോട് ചേർത്ത് നമ്മൾ ഒന്ന് അറബി മലയാളത്തെ പരിഷ്കരിക്കേണ്ടതുണ്ടോ? അറബി മലയാളം തനതായ ഒരു ഭാഷയായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഭാഷയാണോ, അതോ അറബി മലയാളം എന്നുള്ളത് വെറും മലയാളത്തിന്റെ ഒരു അറബിയിൽ എഴുതുന്ന ഒരു ലിപി രൂപം മാത്രമാണോ? അപ്പൊ അങ്ങനെയുള്ള പല ചർച്ചകൾക്ക് വഴിവെക്കുന്നത് ഇത്തരത്തിലുള്ള പെഡഗോജിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങളും ലിത്തോഗ്രഫിയിലേക്ക് മാറേണ്ടി വരുന്നതിന്റെ ആവശ്യങ്ങളും ഒരു ടെക്സ്റ്റ് വളരെ സെൻട്രൽ ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ പെഡഗോജിക്ക് വളരെ സെൻട്രൽ ആയിട്ട് ടെക്സ്റ്റ് മാറുക, അധ്യാപകനേക്കാൾ അല്ലെങ്കിൽ നമ്മൾക്ക് പഠിപ്പിക്കുന്ന ദർസുകളിലെ ആരാണോ ആ വ്യക്തിയേക്കാൾ ടെക്സ്റ്റിന് മുൻഗണന കൊടുക്കുന്നതിന്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരം തരത്തിലുള്ള ആൻസൈറ്റികൾ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പരിശോധിച്ച ടെക്സ്റ്റുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മുഅല്ലിമുൽ ഇഖ്വാൻ എടുത്തു നോക്കുകയാണെങ്കിൽ, മുഅല്ലിമുൽ ഇഖ്വാനിൽ കാണാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അതിൽ മക്തി തങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ, അറബി മലയാളം ലിപി എന്ന് പറയുന്നത് അറബി മലയാളം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വളരെ ഒരു ഹിൻഡ്രൻസ് ആണ് അവരുടെ പ്രോഗ്രസ്സിന് പലതരത്തിലുള്ള. അപ്പോൾ ഗവൺമെന്റ് ജോലിക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കമ്പനിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റേറ്റിന്റെ കീഴിലുള്ള ജോലികളിലേക്ക് കയറുന്നതിന്, ഒരു ലാർജർ ആയിട്ടുള്ള ഒരു പബ്ലിക് സ്ഫിയറുമായിട്ട് ഇടപെടുന്നതിന് ഒക്കെ ഇത് വലിയൊരു ഹിൻഡ്രൻസ് ആണ്. അപ്പൊ അത് പക്ഷേ എന്നാൽ മക്തിതങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയ എന്ന നിലയിൽ അദ്ദേഹം കാണുന്നത് അറബി മലയാളത്തിനെ പരിഷ്കരിക്കുക. അപ്പൊ എങ്ങനെ പരിഷ്കരിക്കണം? അപ്പൊ പരിഷ്കരിക്കേണ്ട കാര്യം വരുമ്പോൾ മലയാളത്തോട് ചേർത്ത് നമ്മുടെ രാജ്യഭാഷ മലയാളമാണ്, മുസ്ലിങ്ങളുടെ രാജ്യഭാഷ മലയാളമാണെന്നും അതിനാൽ തന്നെ അറബി മലയാളം ആ ഭാഷയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പരിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മുഅല്ലിമുൽ ഇഖ്വാന് നമുക്ക് ആദ്യമായിട്ടൊരു സ്റ്റാൻഡേർഡൈസേഷൻ, ഒരു ആൽഫബറ്റിക് ചാർട്ടൊക്കെ ഉണ്ടാക്കുന്നത് മക്തിതങ്ങള്. അപ്പൊ അതിൽ മലയാളത്തിലുള്ള എല്ലാ അക്ഷരങ്ങളെ എങ്ങനെ പുതിയ സൈനുകൾ, ഡോട്ടുകളും പുതിയ പല ഹർഫുകളൊക്കെ നൽകിക്കൊണ്ട് ഒരു വിപുലീകരിക്കുകയാണ്. നമ്മൾ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു പേഴ്സോ അറബി മലയാളം എഴുതാനുണ്ടായിരുന്ന ഒരു സ്ക്രിപ്റ്റിനെ വിപുലീകരിക്കുന്ന ഒരു ആദ്യത്തത് കാണാൻ പറ്റും. അപ്പൊ അതിനുള്ള റീസൺസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേ വർഷം എന്ന ഇതിന് റെസ്പോൺസ് ആയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വന്ന ഷാലിലത്ത് ഹാജി അതിന്റെ ടെക്സ്റ്റില് ഇതിന് മക്തിതങ്ങൾക്കൊരു മറുപടി എന്നുള്ളതിന് ഒരു ചലഞ്ച് ചെയ്യല്ല, എന്നാൽ മക്തിതങ്ങൾ എഴുതുന്നതിൻ്റെ ഒരു ലോജിക്കിനെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യാഖ്യാനം നമുക്ക് കാണാൻ പറ്റുന്നത് ഷാലിലത്ത് ഹാജിന്റെ തശ്ഹീലുൽ അദ്ഹാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ടെക്സ്റ്റിലാണ്. അപ്പൊ അതിൽ ഷാലിലത്ത് ഹാജി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ അറബി മലയാളം എന്നുള്ളൊരു കേവല ഒരു ഭാഷയല്ല. അപ്പൊ നമുക്കിപ്പോ മലയാളത്തിന്റെ ഒരു ലിപി മാത്രമായിട്ട് അതിനെ ചുരുക്കി കാണുന്നതിൽ ഹാജിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഹാജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളുടെ ഭാഷ അല്ലെങ്കിൽ വിജ്ഞാന സ്രോതസ്സുകളൊക്കെ ഉണ്ടായിരുന്നത് ഒരു ലോങ് ജീനിയോളജി വിച്ച് ഗോസ് ബാക്ക് ടു അല്ലാഹ് അല്ലെങ്കിൽ പ്രോഫറ്റിലൂടെ റെവലേഷനിലൂടെ മുസ്ലിങ്ങൾക്ക് കൈവന്ന അറബി ആയിരിക്കട്ടെ. അപ്പൊ അറബിയുടെ ഉത്ഭവത്തെ കുറിച്ച് അതിൽ ഷാലിലത്ത് ഹാജി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഷീത്ത് നബിക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നു, ആദം നബിക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നു, ആദം നബി ഇത് ഷീത്ത് നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു പ്രളയത്തിൽ ഈ ഭാഷയുടെ ലിപികൾ നഷ്ടപ്പെടുന്നു, അത് പിന്നെ സുലൈമാൻ നബി വീണ്ടെടുക്കുന്നു അതിൻ്റെ ഒരു ക്ലേ ടാബ്ലറ്റ്. അപ്പോൾ പലതരത്തിലുള്ള അന്നത്തെ ലിംഗ്വിസ്റ്റിക് പഠനങ്ങളുടെ ഒരു ലോജിക്കൽ, ഇപ്പൊ ക്ലേ ടാബ്ലറ്റ് എന്നൊക്കെ പറയുന്ന അന്ന് നമുക്ക് ഈ ഹാമുറാബി സ്ക്വാഡ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ക്ലേ ടേബ്ലറ്റ്സ് കാണാം ലാംഗ്വേജസിന്. അപ്പോൾ യൂണിഫോം ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ടെ. അപ്പൊ അതേപോലെയാണ് അറബി മലയാളം റിട്രീവ് ചെയ്ത് അറബികളിലേക്ക് സജീവമാകുന്നതെന്നും പിന്നെ ഇസ്ലാം വ്യാപിക്കുന്നതോടൊപ്പം അതിൻ്റെ ഒരു പ്രത്യേക തരം ലോജിക്ക്. അപ്പോൾ നേസൽ സൗണ്ടിന് എങ്ങനെയാണ് പേർഷ്യൻ വികസിക്കുന്നത് അറബിക്കിൽ നിന്ന്, അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയിലേക്ക് അറബിക് ലിപി എങ്ങനെയാണ് കടന്നു ചെല്ലുന്നത് ഒരു റാഷണൽ ലോജിക് ഉണ്ട്, ഒരു ലിംഗ്വിസ്റ്റിക് ലോജിക് ഉണ്ട്. അപ്പൊ നേസൽ സൗണ്ട്സിന് ഏത് ഹർഫാണ് നമ്മൾ കൂട്ടേണ്ടത്, ഏത് ഡോട്ടാണ് എവിടെയാണ് ഇടേണ്ടത്, അപ്പൊ അതിനൊക്കെ ഒരു ലോജിക്ക് നമുക്ക് അതൊരു വളരെ റാൻഡം ആയിട്ടുള്ള എക്സസൈസ് ആയിരുന്നില്ല പേർഷ്യൻ രൂപപ്പെടുമ്പോൾ. അതേപോലെ സിമിലർലി ഉറുദുവിലേക്ക് വരുമ്പോൾ
കുറച്ചും കൂടി നമുക്ക് ഈ ഹിന്ദുസ്ഥാനി ഭാഷയുടെ അല്ലെങ്കിൽ ഇന്തോ ദ്രാവിഡൻ ഭാഷയുടെ ഫോണറ്റിക്കൽ സ്ട്രക്ചറിന് ഉതകുന്ന രീതിയിൽ ഈ പേർസോ അറബിക് സ്ക്രിപ്റ്റ് ഒന്നുകൂടി വിപുലീകരിക്കപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിനും ഇതേ ലോജിക്ക് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ റാൻഡം ആയിട്ട് നമുക്ക് ഇന്ന അക്ഷരം വേണ്ട എന്നാൽ ഈ സിമ്പിൾ ഇവിടെ ഇടാം, ഇത് ഇന്ന സിമ്പിൾ ആണ് എന്ന് പറയുന്നതിനപ്പുറം അപ്പോ നേസൽ സൗണ്ട്സും ഇതൊക്കെയുള്ള അക്ഷരങ്ങൾ എങ്ങനെയാണോ പേർഷ്യനിലും ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ ഉറുദുവിലും ഡെവലപ്പ് ചെയ്തത്, അതിലേക്ക് എങ്ങനെയാണ് അറബി ലിപി രൂപപ്പെടുത്തിയിട്ടത്, അതേ ലോജിക്കിൽ തന്നെ നമുക്ക് അറബി മലയാളത്തിന്റെ ലിപി വിപുലീകരിക്കുമ്പോൾ അതേ ലോജിക്ക് പിന്തുടരണം. കാരണം നമുക്ക് ഒരു ജീനിയോളജി ഉണ്ട്, ഒരു ലോങ് ജീനിയോളജി ഓഫ് ലാംഗ്വേജ് ഉണ്ട്, ഒരു ലോങ് കോസ്മോളജി ഓഫ് ഇന്റലക്ച്വൽ ട്രഡീഷൻസ് ഉണ്ട്. അപ്പോ ഈ ഇതിനോടൊപ്പം അതുകൊണ്ട് പിന്നെ അതേപോലെ അറബിക്ക് അല്ലെങ്കിൽ മുസ്ലിം വ്യവഹാരങ്ങൾക്ക് ഒരു മലയാളത്തെ പൂർണ്ണമായി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നിൽക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഇപ്പൊ നമുക്ക് ലെക്സിക്കൻസ് ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പല അറബിക് വേർഡുകളും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടില്ല. അറബി മലയാളത്തിൽ എഴുതുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ ലെക്സിക്കൻസിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടില്ല. ഇപ്പൊ ഇൽമ്, അക്ല്, അങ്ങനെ കുറെ വാക്കുകൾക്ക് അതേപോലെ തന്നെ. അത് കാരണം ഒരു മുസ്ലിം ദൈനംദിന ഭാഷയാണ്. അതേപോലെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ അത്ര ഈസി അല്ല പല അറബിക് വേർഡുകൾക്കും. അപ്പൊ അതിനെയൊക്കെ അതേപോലെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള ഒരു സേക്രഡ്നെസ് അറബിക് സ്ക്രിപ്റ്റിന് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ പേർസോ അറബിക് സ്ക്രിപ്റ്റിൽ എഴുതുന്ന ടെക്സ്റ്റുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു സേക്രഡ്നെസ് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നതും കാണാം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ നൊമാൻ കെയ്നെ ഞാൻ പറഞ്ഞ പഠനത്തിലൊക്കെ ഈ ലിത്തോഗ്രഫി കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് വെച്ചാൽ അതേ ഓർത്തോഗ്രഫി, ആ സേക്രഡ് നമുക്കൊരു അഫക്റ്റീവ്നെസ് തോന്നുന്ന ഒരു സേക്രഡ് അഫക്റ്റീവ്നെസ് തോന്നുന്ന ആ സ്ക്രിപ്റ്റ് നിലനിർത്തി കൊണ്ടുപോകാൻ ഈ ലിത്തോഗ്രഫിയിലൂടെ സാധിച്ചു. മറ്റു പല ക്വസ്റ്റ്യൻസ് ഇത് ഉയർത്തി എന്നുണ്ടെങ്കിലും അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് പലതരത്തിലുള്ള പൊസിഷൻസ് ആണ് നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റുക. ഒന്ന്, ഇത് ഒരു വിഘ്നമാണ് മുസ്ലിം ഇതാക്കണം, ഇത് പരിഷ്കരിക്കപ്പെടണം, മലയാളം ഓർത്തോഗ്രഫിയോട് കൂടുതലായി ചേർത്ത് വെക്കണം. എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് മലയാളം ഓർത്തോഗ്രഫിയോട് ചേർത്ത് വെക്കേണ്ട എന്നല്ല, ചേർത്ത് വെക്കുമ്പോൾ പോലും ഒരു ഇസ്ലാമിക് ജീനിയോളജിയുടെ ഭാഗമായിട്ട് കാണണം. അപ്പോ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ അറബി മലയാളം പല മുസ്ലിം റിഫോമേഴ്സും അല്ലെങ്കിൽ ഇന്റലക്ച്വൽസും അതിനൊരു പലതരത്തിലുള്ള ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് തന്നെയാണ് അതിനെ പരിഷ്കരിച്ചത്. അപ്പോ വക്കം മൗലവി ആയിക്കോട്ടെ, കൊങ്ങണം വീട്ടിൽ മുസ്ലിയാർ ആയിക്കോട്ടെ, ചാലത്ത് ഹാജി ആയിക്കോട്ടെ, മക്കിത്തങ്ങൾ ആയിക്കോട്ടെ, ഇവരൊക്കെ റിഫോമിസ്റ്റ് ഐഡിയാസിൽ അല്ലെങ്കിൽ ആധുനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പല പൊസിഷനുകളാണ് എടുത്തത്. എങ്കിലും പരിഷ്കരണം ഒരു വലിയൊരു ലിപി സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ലിപി പണ്ട് നിന്ന പോലെ അത്ര ലൂസായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ദേശാന്തരങ്ങളിൽ വ്യത്യസ്തമായി കിടക്കുന്ന രൂപത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. എന്നാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോ 1890s സ്റ്റാൻഡേർഡൈസിന്റെ വർക്ക് കാണും, 1899 കാണും, 1907 കാണും, 1921 കാണും, 1930 കാണും. അങ്ങനെ നമുക്ക് 1969 ഏർലി 2000s വരെ പലതരത്തിൽ ഈ റസ്മുൽ ഉസ്മാനിയുടെ കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് പലതരത്തിൽ ലിപി പരിഷ്കരണ രീതി മുൻപോട്ട് പോകുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ വളരെ നെസസറി ആയി നിൽക്കുമ്പോഴും അത് അച്ചീവ് ചെയ്യാനുള്ളതിന്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് നമുക്ക് ഈ പീരീഡുകളിലൊക്കെ. ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയി കാണേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ അറബി മലയാളം. ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഒരു 16th 17th സെഞ്ചുറിയിലുള്ള നമ്മുടെ പല പോയറ്റിക് ടെക്സ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഒരു ഇപ്പോൾ മുഹിയുദ്ദീൻ മൗലൂദിന്റെ തർജുമ എന്നൊക്കെ പറയുന്ന 1870s ഉള്ള ഒരു പ്രോസ് ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിലും വളരെ അതിൻ്റെ ഒരു മൾട്ടി ലിംഗ്വൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ തമിഴ്, പേർഷ്യൻ, ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ വളരെ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു ടെക്സ്റ്റ് ആയിരുന്നു. എന്നാൽ നമുക്ക് ഇന്നത്തെ ടെക്സ്റ്റ് ഇപ്പൊ ഇന്ന് വെച്ചാൽ ഒരു നമ്മളൊരു 1920s 30s ടെക്സ്റ്റ് ഒക്കെ എടുത്തു നോക്കിയാൽ അത്ര മൾട്ടി ലിംഗ്വൽ രജിസ്റ്റർ അത്ര നമുക്ക് വിസിബിളായി കാണില്ല, അല്ലെങ്കിൽ അതത്ര ഇല്ല. ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഈ സിദ്ധ ട്രഡീഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന
ട്രീറ്റിസുകളൊക്കെ പഠിച്ചിട്ട് വളരെ സാംസ്കൃതിക ആയിട്ടുള്ള ഒരു മലയാളം ഫോളോ ചെയ്യുന്ന കാണാം ആ ടെക്സ്റ്റുകളിൽ. അതേപോലെ നമ്മുടെ ദർസുകളിലെ ടെക്സ്റ്റുകളൊക്കെ എടുത്തു നോക്കിയാലും ഇപ്പൊ തമിഴിന്റെയും പേർഷ്യന്റെയും വേർഡ്സും അത്ര കണ്ടുവന്ന് വരില്ല. നമ്മൾ അറബി മലയാളം രജിസ്റ്റർ, നമ്മൾ അറബി മലയാളം എന്ന് 16-ാം നൂറ്റാണ്ടിലുള്ള ഭാഷയും പറയും, 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ട്രഡീഷനെയും പറയും. പക്ഷെ ക്യാരക്ടറിസ്റ്റിക്കലി വലിയ ഡിഫറൻറ് ഉണ്ട്. തമിഴ്, പേർഷ്യൻ, ഈ ജസരി, അതേപോലെ നമ്മുടെ കൊളോക്കിയലായി വരുന്ന മലയാളത്തിന്റെ കേരള ഭാഷയുടെ പല ആഖ്യാനങ്ങളും അതിൽ നിന്ന് ഇല്ലാതായി കൂടുതലും നമ്മൾ ഈ സാൻസ്ക്രിറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഒരു മോഡേൺ മലയാളത്തിന്റെ രൂപവും ഗ്രാമറും സംശീകരിക്കുകയും അറബിക്കിനെ എന്ന ഒരു പരിധി വരെ ഒരു സേക്രഡ് ലാംഗ്വേജ് എന്ന രീതിയിൽ നിലനിർത്തുകയും ചെയ്ത് അറബി മലയാളം എന്നുള്ള രണ്ട് ഭാഷകളിലേക്ക് മാത്രമായി ചുരുങ്ങി വരുന്ന ഒരു മലയാളത്തെയാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. ഇതും നമുക്ക് ഈ പീരീഡിലുള്ള ഒരു ലെക്സിക്കൻസ് വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പാഞ്ചാലി ശുദ്ധിപത്രം അല്ലെങ്കിൽ സുറിയാനി പടാരംഭ കിതാബ്, അങ്ങനത്തെ ടെക്സ്റ്റുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള സുറിയാനി ഭാഷകൾ, ഇപ്പൊ അറബി മലയാളം ഉപയോഗിച്ച് തമിഴ് പഠിപ്പിക്കുന്നു, സംസ്കൃതം പഠിപ്പിക്കുന്നു, അതേപോലെ കോലെഴുത്തിൽ ഉള്ള അക്കങ്ങളെയും വേർഡുകളെയും പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പേർഷ്യൻ പഠിപ്പിക്കുന്നു, ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്നു. അങ്ങനെ പല ഭാഷകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലിപി ആയിരുന്ന അറബി മലയാളം എന്ന് നമ്മൾ 1920s 30s ടെക്സ്റ്റുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മുസ്ലിം പബ്ലിക് സ്ഫിയറിന്റെ ഒരു മേഖല ഏതൊക്കെയാണ്? അപ്പൊ മുസ്ലിം പബ്ലിക് സ്ഫിയറിന്റെ അന്നത്തെ മേഖല എന്ന് പറയുന്നത് ഒന്ന് മലയാളം, കേരളം. അപ്പൊ മലയാളമായിട്ട് വളരെ ചേർന്ന് എടുക്കുക, ഉറുദു പഠിപ്പിക്കുക. കാരണം മുസ്ലിം റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സമയം കൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം ഇന്റലക്ച്വൽസ് ഒക്കെ പ്രത്യേകിച്ച് ചെന്നൈ അല്ലെങ്കിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പല മേഖലയുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക, അങ്ങനത്തെ നെറ്റ്വർക്ക്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനാൽ തന്നെ ഒരു ഉറുദു ഭാഷ വളരെ മുസ്ലിം റിലീജിയസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ട്രഡീഷൻസിന് വളരെ സെൻട്രലായി വരുന്ന ഒരു പീരീഡാണ് 1920s. അതേപോലെ മുസ്ലിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് പഠിക്കുക, കാരണം ഒരു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് അങ്ങനത്തെ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുക ഇംഗ്ലീഷ്. അപ്പൊ ഈ 3 ഭാഷകൾ പഠിക്കുവാനായി മലയാളം ഗ്രാമറിനെയും മലയാളത്തിന്റെ വ്യാകരണം, മലയാളത്തിന്റെ വേർഡുകൾ, അതിന്റെ ഒരു ഓർത്തോഗ്രഫിക് ഫീച്ചേഴ്സ്, അതിന്റെ ഒരു ഫോണറ്റിക് ഫീച്ചേഴ്സ്, അതിലേക്കൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു അറബി മലയാളമായിട്ടാണ് നമുക്ക് 1920s. അപ്പൊ ഒരു വിത്തിൻ 30 to 40 years നമുക്കൊരു വെരി മൾട്ടി ലിംഗ്വൽ ലിറ്റററി രജിസ്റ്റർ വളരെ അറബി മലയാളം എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങി മലയാളത്തിന്റെ ഒരു മോഡേൺ മലയാളത്തിന് ബേസ് ചെയ്തുകൊണ്ട് എന്നാൽ മറ്റുള്ള പബ്ലിക് സ്ഫിയറുമായിട്ട് എൻഗേജ് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ഒരു രൂപപ്പെട്ടു വരുന്ന ഒരു ലിറ്റററി ട്രഡീഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ഈ ജോണറുകളെ മുന്നോട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഈ ഡിക്ഷണറികളോ അല്ലെങ്കിൽ നമ്മൾ ഈ നിഘണ്ടുകൾ, ലെക്സിക്കൻസ് ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും ഒരു അറബി മലയാള ഭാഷയെ എന്ന് പറഞ്ഞൊരു തനതായ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഭാഷയോ ഇനി അത് സംസാര ഭാഷയായിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു എഴുത്ത് ഭാഷയായിരിക്കട്ടെ, ലിറ്റററി രജിസ്റ്ററോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനെ നിലനിർത്തുവാനോ അതിൻ്റെ ഒരു ട്രഡീഷനെ ഉയർത്തി കാണുവാനോ അങ്ങനെ ഒരു മുസ്ലിം സാംസ്കാരിക ഹിസ്റ്ററി രൂപപ്പെടുത്തുവാനോ ഒന്നും ഉതകുന്ന ഒരു തരത്തിലുള്ള എഫേർട്സ് ഒന്നും നമുക്ക് ഈ ടെക്സ്റ്റുകളിൽ കാണാൻ പറ്റില്ല. ഇത് സാധ്യമാക്കുന്നത് മുസ്ലിങ്ങൾക്ക് മലയാളത്തോട് ചേർന്ന് നിൽക്കാനും ഹിന്ദി പഠിക്കുവാനും ഇംഗ്ലീഷ് പഠിക്കുവാനും ഒക്കെ ഉതകുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പം ബാക്കിയുള്ള നമ്മുടെ ലിറ്റററി ട്രഡീഷൻ, അത് ഇപ്പൊ ഹിന്ദിയുടെ കാര്യത്തിലോ മലയാളത്തിന്റെ കാര്യത്തിലോ ഒക്കെ ഉണ്ടായി രൂപപ്പെട്ടു വരുന്ന ഡിക്ഷണറികളോ പെഡഗോജിക്കൽ ടെക്സ്റ്റുകളുടെയൊക്കെ ഒരു ഉദ്ദേശ തലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പെഡഗോജിക്കൽ ടെക്സ്റ്റിന്റെ ഒരു ക്യാരക്ടർ ആണ് നമുക്ക് അറബി മലയാളത്തിന്റെ ലെക്സിക്കൻസും ഡിക്ഷണറീസും ഒക്കെ പഠിച്ചാൽ മനസ്സിലാവുക. അപ്പോ ഞാനിപ്പോ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് പറഞ്ഞു വരുന്ന ഒന്ന്, മുസ്ലിം ഭൗതികപരമായ അല്ലെങ്കിൽ വൈജ്ഞാനികപരമായ വ്യവഹാരങ്ങളുമായി ചേർന്ന് നിൽക്കാൻ അറബി മലയാളം വളരെ അത്യാവശ്യമായിരുന്നു. അപ്പൊ അതിനാൽ തന്നെ അറബി മലയാളത്തിന്റെ കൂടുതലായിട്ടുള്ള ഉദ്ദേശവും അത്തരം മേഖലകളുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ വ്യവഹാരങ്ങൾ ശക്തിപ്പെടുത്തുക എന്നാണ്. 2, ഒരു മൾട്ടി ലിംഗ്വൽ രജിസ്റ്റർ ആയിരുന്ന അറബി മലയാളം ഈ പീരീഡ് ഒരു
അല്ല 1890s തൊട്ട് ഒരു 1920s 30s വരെയുള്ള പീരീഡിലാണ് നമുക്ക് അറബി മലയാളം എന്ന് നമ്മൾ ഇന്ന് വിശേഷിക്കുന്നതും പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതുമായ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനിലേക്ക് ചുരുങ്ങുന്നത്. അപ്പോൾ ഇതിനാൽ തന്നെ അപ്പോൾ പറഞ്ഞു വരാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഇന്റലക്ച്വൽ ഹിസ്റ്ററീസ് ഒക്കെ പഠിക്കുന്നത് നമുക്ക് ഈ ലിംഗ്വിസ്റ്റിക് നാഷണലിസം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭാഷാപരമായി രൂപപ്പെട്ടു വരുന്ന പല ദേശീയതയുടെ സങ്കല്പങ്ങളെയും മുൻനിർത്തിയുള്ള പഠനങ്ങളൊക്കെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ഹിസ്റ്ററിയാണ് പ്രത്യേകിച്ചൊരു മുസ്ലിം മലയാളം സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വരുന്ന മലയാളം സ്റ്റാൻഡേർഡൈസ് ആയിക്കൊണ്ടിരുന്ന മലയാളത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ മലയാളി മുസ്ലിങ്ങളാകാൻ ശ്രമിച്ചിരുന്ന ഒരു കാലത്തെ നമ്മൾ ഈ ഇത്തരം ഡിക്ഷണറികളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.